ഡോക്ടർ റീന NR ആണ്, ഗൈനക്കോളജിസ്റ്റ്. ഡോക്ടർ റീന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് കേരളത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് സ്ഥാനം. മാതൃശിശു മരണനിരക്കിലും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനെയൊക്കെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത സംസ്ഥാനത്ത് കണ്ടുവരുന്നു. ഇത് ആദ്യമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ അതിന്റെ കണക്കുകൾ വരുമ്പോൾ അങ്ങനെയല്ല, ഇതൊരു പ്രവണതയായി തന്നെ രൂപപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന താങ്കൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏതാണ്ട് 3.8 to 4 lakhs, അതായത് 3.8 മുതൽ 4 ലക്ഷം വരെ പ്രസവങ്ങളാണ് കേരളത്തിലെ ആവറേജ് ഒരു വർഷം സംഭവിക്കുന്നത്. നമ്മുടെ മാതൃമരണ നിരക്ക് ഏതാണ്ട് വെൽ ഡെവലപ്ഡ് കൺട്രീസിനോട് ഒപ്പം നിൽക്കത്തക്കവണ്ണം നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന ഓരോ മാതൃമരണങ്ങളും മുടിനാരിര കീറി പരിശോധിച്ച് അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ CRMD കോൺഫിഡൻഷ്യൽ റിവ്യൂ ഇൻറ്റു മെറ്റേണൽ ഡെത്ത് നടത്തി കാരണങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ ഓരോ പ്രസവം ഓരോ ഗർഭിണിയെയും നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് നമ്മുടെ മാതൃമരണ നിരക്ക് ഇത്ര കുറഞ്ഞ. ഏതാണ്ട് 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ 30-ൽ താഴെ മാതൃമരണങ്ങൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആവറേജ് എടുക്കുകയാണെങ്കിൽ 100-നോട് അടുപ്പിച്ച് 70-80 ആണ് നമ്മുടെ മാതൃമരണ നിരക്ക്, ഇന്ത്യയുടെ മുഴുവൻ മാതൃമരണ നിരക്ക് കാണിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വളരെ താഴെയുള്ള ലെവലിലേക്ക് കേരളത്തിൻ്റെത് കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മൾ ഈ ഗർഭിണികളെ ആ രീതിയിൽ ഉള്ള പരിഗണന നൽകി ആശുപത്രികളിൽ പ്രസവങ്ങൾ നടത്തുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ വർഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാതൃമരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 4,119 മെറ്റേണൽ ഡെത്ത്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 1 ലക്ഷം പ്രസവം നടക്കുമ്പോൾ ഏതാണ്ട് 30-32 ആ നിരക്കിലാണ് മാതൃമരണങ്ങൾ വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാല് ഒരു 10,000 പ്രസവത്തില് 30-ൽ താഴെ 3-ൽ താഴെ മാതൃമരണങ്ങളാണുള്ളത്. 1 ലക്ഷത്തിൽ 30-ൽ താഴെ, 10,000-ൽ 3-ൽ താഴെ മാതൃമരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഹോം ഡെലിവറി അഥവാ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഏതാണ്ട് 382 ഹോം ഡെലിവറീസിൽ നമുക്ക് ഒരു മാതൃമരണം ഉണ്ടായി എന്നതാണ് വസ്തുത. അതായത് 380 പ്രസവത്തിൽ ഒരു മാതൃമരണവും സ്റ്റിൽ ബോൺ ആൻഡ് നിയോനേറ്റൽ ഡെത്ത്, അതായത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ഈ 382-ൽ നമുക്ക് 17 സ്റ്റിൽ ബോൺ എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്തുണ്ടാകുന്ന മരണമാണ്. അതുപോലെ 12 നിയോനേറ്റൽ ഡെത്ത്, അതായത് പ്രസവം കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്ന നവജാത ശിശു മരണവുമാണ് ഈ 382 ഹോം ഡെലിവറി കേസസിൽ നമുക്ക് വന്നേക്കുന്നത്. അപ്പം ഇത്രത്തോളം അല്ലാതെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേരളത്തിൻ്റെത് 10-ൽ താഴെ ഒറ്റ അക്കത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ സ്ഥാനത്താണ് 382 പ്രസവത്തിൽ ഏതാണ്ട് 17-ഉം 10-ഉം 27-29ഓളം നവജാത ശിശുക്കളെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതിനോടൊപ്പം ഒരു മാതൃമരണവും നടന്നിരിക്കുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഹോം ഡെലിവറീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും. ഡോക്ടർ റീന, നമ്മുടെ രാജ്യത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഉണ്ടാകുന്ന പ്രസവങ്ങൾ അതൊക്കെയും ആശുപത്രിയിൽ വേണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും അത് സാധ്യമാകാവുന്ന ഇൻഫ്രാസ്ട്രക്ചർ പല സംസ്ഥാനങ്ങൾക്കും സ്വന്തമായി ഇല്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അതല്ല സാഹചര്യം. നമ്മൾ ഓരോരുത്തരെയും ആശുപത്രിയിൽ എത്തിക്കാൻ ബോധവൽക്കരണം ഉൾപ്പെടെ കാലങ്ങളായി നടത്തി അതിൽ വളരെ മുന്നോട്ട് പോയിട്ടുള്ള സംസ്ഥാനമാണ്. അവിടെ നിന്ന് പിന്തിരിഞ്ഞുള്ള ഈ നടത്തം അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, അതിനെ എങ്ങനെ ചെറുക്കണം? ആരോഗ്യവകുപ്പ് അതിന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് നമ്മുടെ ആശാ വർക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ഫീൽഡ് തല JPHNs ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ഉണ്ട്. ഇവരെല്ലാവരും ഹോം വിസിറ്റ് നടത്തി ഗർഭിണികളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെത്തി അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ നൽകുകയും പ്രസവം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആക്കണം എന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ആശുപത്രികളിൽ നമ്മൾ ഇവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസസ് നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി മാതൃ ശിശു സംരക്ഷണ അഭിയാൻ
എന്ന രീതിയിൽ PMSA നമ്മൾ ക്ലാസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആശുപത്രികളിലേക്ക് എത്താൻ സാഹചര്യം ഇല്ലാത്ത രോഗികളെ തൊട്ടടുത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി കെയർ ഗൈനക്കോളജിസ്റ്റ് ഉള്ള താലൂക്ക് ആശുപത്രികളിലോ ജില്ലാ ആശുപത്രികളിലോ എത്തിയില്ലെങ്കിൽ പോലും CHC PHC ലെവലിൽ തന്നെ അത്തരം ഗർഭിണികളെ കണ്ടെത്തുകയും അവരെ ആശുപത്രിയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന കെയർ നൽകുകയും ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ശരി, ഞാൻ ഡോക്ടറിലേക്ക് തിരിച്ചെത്താം.